നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കമൻസ് ആണ്. കമൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഈ കോഡ് എഡിറ്ററിൽ തന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഉദാഹരണമായി ഞാൻ ഇതിന് മുകളിലായി ഞാൻ ഇതുപോലെ ദിസ് ഈസ് മൈ ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എന്ന് കൊടുക്കുന്നു. സോ ഇതുപോലെ നമുക്ക് എഴുതി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് സക്സസ്ഫുള്ളി റൺ ആവുന്നതല്ല, നമുക്കിവിടെ ഒന്നും കാണാൻ കഴിയില്ല. സോ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും നോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് കമൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. സോ നമ്മൾ സിംഗിൾ ലൈൻ ആണുള്ളതെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ കമൻസ് എഴുതുന്നതിന് മുമ്പായി 2 ഫോർവേഡ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ അതിൻ്റെ കളർ തന്നെ ഇപ്പോൾ ചേഞ്ചായി, അതൊരു കമൻറ്റായി മാറിയിരിക്കുകയാണ്. സോ ഇപ്പോൾ ഈ കമൻറ്റിനെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കില്ല. സോ ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് മാത്രം റൺ ആവുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ കമൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇതുപോലെ സിംഗിൾ ലൈൻ കമൻറ്റ് ഉപയോഗിക്കാം. സോ നമ്മുടെ കോഡിൻ്റെ കൂടെ തന്നെ നമുക്കിതുപോലെ കൊടുക്കാം. 2 ഫോർവേഡ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കമൻറ്റ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് മൾട്ടി ലൈൻ, ഒന്നിൽ കൂടുതൽ ലൈനുള്ള കമൻറ്റ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഫോർവേഡ് സ്ലാഷ് ഒരു സ്റ്റാർ കൊടുക്കുക, അതുപോലെ ഒരു സ്റ്റാർ ഫോർവേഡ് സ്ലാഷ് കൊടുക്കുക. സോ ഇതിനുള്ളിൽ നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞാലും അതൊന്നും നമ്മുടെ ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കില്ല. നമ്മൾ ദിസ് ഈസ് എ കമൻറ്റ് എന്ന് കൊടുക്കുന്നു. സോ ഇതിന് ശേഷം നമ്മൾ മറ്റൊരു കോഡ് കൂടി എഴുതി കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്. സോ നമ്മൾ ജസ്റ്റ് ഹലോ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് മാത്രം ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യുന്നു, ബാക്കിയുള്ളതൊന്നും നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. അതായത് നമ്മുടെ കമൻസ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമൻസ് ഒന്നും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല, അത് ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സിംഗിൾ ലൈൻ കമൻറ്റും അതുപോലെ തന്നെ മൾട്ടി ലൈൻ കമൻറ്റ് ഓപ്ഷനും ഉപയോഗിച്ച് എഴുതാവുന്നതാണ്.